നടൻ രവികുമാർ അന്തരിച്ചു. മലയാള സിനിമയിലെ ഒരു കാലത്തെ റൊമാൻറ്റിക് നായകൻ. പ്രേംനസീർ റൊമാൻറ്റിക് നായകനായി വിലസി നിൽക്കെ പ്രേംനസീറിനെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നുവന്ന രവികുമാർ. ആ രവികുമാറാണ് വിട്ടുപോയത്. രവികുമാർ ഒരു കാലത്ത് റൊമാൻറ്റിക് സങ്കല്പത്തിൻ്റെ അവസാന വാക്കായിരുന്നു. ആക്ഷൻ രംഗങ്ങളിലും അദ്ദേഹം ശോഭിച്ചിരുന്നു. രവികുമാർ ഒരു തരംഗം തന്നെയായിരുന്നു അക്കാലത്ത് ജനങ്ങളുടെ ഇടയിൽ. നന്നായി നൃത്തം ചെയ്യാനും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ജയനും നസീറും അരങ്ങുവാണ കാലത്ത് രവികുമാറിനും ഉണ്ടായിരുന്നു ഒരു സ്ഥാനം മലയാള സിനിമയിൽ. രവികുമാറിൻ്റെ ചിത്രങ്ങളെല്ലാം വലിയ ഹിറ്റ് ചിത്രങ്ങളാണ്. IV ശശി ചിത്രങ്ങളായ അനുപല്ലവി, ആലിംഗനം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ശക്തമായ വേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. രവികുമാറിൻ്റെതായ ഒരു തട്ടകം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ന്യൂനത. ഒരു കാലത്ത് സീമയുമൊത്തും സുമിത്രയുമൊത്തും ഒക്കെ ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു രവികുമാർ. സീമയുമായി അഭിനയിച്ച അടവുകൾ 18 എന്ന ചിത്രം വളരെ ശ്രദ്ധേയമാണ്. അതിലെ ഗാനങ്ങളും അനുപമ സൗന്ദര്യമേ എന്ന ഗാനം, സൂര്യ നമസ്കാരം ചെയ്തുണരും എന്ന ഗാനം, അതൊക്കെ വലിയ ഹിറ്റായിരുന്നു. രവികുമാർ ചിത്രത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിൽ ആ കഥാപാത്രങ്ങൾ ആലപിക്കുന്ന ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായി എന്നുള്ളതാണ്. ഇന്നലെ ഇന്ന് എന്ന ചിത്രത്തിലെ പ്രണയ സരോവര തീരം എന്ന ഗാനം, അനുപല്ലവിയിലെ എൻ സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി എന്ന ഗാനം, ഇതൊക്കെ വലിയ ഹിറ്റായിരുന്നു. പിന്നീട് പകൽ ഒരു ഇരവ് എന്ന ചിത്രത്തിലൂടെ രവികുമാർ തമിഴ്നാട്ടിലെത്തി. IV ശശിയായിരുന്നു സംവിധാനം. IV ശശിയുടെ ആലിംഗനം എന്ന ചിത്രത്തിൻ്റെ റീമേക്കായിരുന്നു പകൽ ഒരു ഇരവ്. വിജയകുമാർ അടക്കമുള്ള താരങ്ങളൊക്കെ ഇതിൽ അഭിനയിച്ചിരുന്നു. ഈ ചിത്രത്തിൽ ശ്രീദേവിയും രവികുമാറും തമ്മിലുള്ള രതികേളികൾ വളരെ ശ്രദ്ധേയമാണ്. ശ്രീദേവിയെ പിഴിഞ്ഞെടുത്തു രവികുമാർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേറെ സെക്സി ആയിട്ടാണ് ശ്രീദേവി ഈ ചിത്രത്തിൽ രവികുമാറിനൊപ്പം അഭിനയിച്ചത്. മറ്റൊരു ചിത്രത്തിലും ശ്രീദേവി ഇത്രയേറെ സെക്സിയായി അഭിനയിച്ചിട്ടില്ല. പകൽ ഒരു ഇരവ് എന്ന ചിത്രത്തിലെ ഗാനരംഗങ്ങൾ നോക്കുന്നവർക്ക് അത് മനസ്സിലാകും. ശ്രീദേവി പിന്നീട് തെന്നിന്ത്യയിലെ സൂപ്പർ നടിയായി മാറി. ബോളിവുഡിലെത്തി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നടിയായി മാറി. പക്ഷേ രവികുമാർ ഒരിടത്തും എത്തിയില്ല. രവികുമാർ നടി സുമിത്രയെ പ്രണയിച്ചു, വിവാഹം കഴിച്ചു. അതിവേഗം ആ വിവാഹബന്ധം അടിച്ച് 2ആയി പിരിയുകയും ചെയ്തു. അതോടെ രവികുമാർ തകർന്നു. പിന്നീട് രവികുമാറിന് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായി. രവീന്ദ്രൻ മാസ്റ്ററായിരുന്നു രവികുമാറിന് വേണ്ടി ശബ്ദം നൽകിയത്. രവീന്ദ്രൻ മാസ്റ്റർ സംഗീത ലോകത്ത് സജീവമായപ്പോൾ രവികുമാറിന് അവസരങ്ങൾ നഷ്ടപ്പെട്ടു. രവികുമാർ തമിഴ് സിനിമയിലൊക്കെ മുഖം കാണിച്ചു. പിന്നീട് ഒടുവിൽ സീരിയൽ രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. ഒരുപാട് സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചു. ഇടയ്ക്ക് ഏഷ്യാനെറ്റിൻ്റെ ഷോയിലൊക്കെ പങ്കെടുത്തു. ഒരു കാലത്തെ പ്രണയനായകൻ പിന്നീട് ഒരുപാട് മാറി. പക്വത വന്ന ഒരു വൃദ്ധനായി അദ്ദേഹം മാറി. പക്വതയാർന്ന സംസാരം അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായി മാറി. രവികുമാർ ഒരു തരംഗം തന്നെയായിരുന്നു. ആ തരംഗം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ന്യൂനത. ശ്രീദേവി അടക്കമുള്ള സുന്ദരികളായ നടിമാരുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ച നടനാണ് രവികുമാർ എന്ന് വേണമെങ്കിൽ തമാശയ്ക്ക് പറയാം. പക്ഷേ രവികുമാറിന് അതിനപ്പുറം വളരാൻ കഴിയുമായിരുന്നു. തച്ചോളി അമ്പുവിലെ യോദ്ധാവിനെ ആർക്കാണ് മറക്കാൻ കഴിയുക? അനുപല്ലവിയിലെ ആ കഥാപാത്രം, ഒരു കൊല ചെയ്തതിൽ അറിയാതെ സംഭവിച്ചു പോയ ഒരു കൊലയിൽ വിഷമിക്കുന്ന കഥാപാത്രം ആർക്കാണ് മറക്കാൻ കഴിയുക? ലിസയിലെ പ്രണയനായകനെ, അവസാനം ബൈക്കോടിച്ച് ആത്മഹത്യയിലേക്ക് പോകുന്ന പ്രണയനായകനെ ആർക്കാണ് മറക്കാൻ കഴിയുക? അങ്ങാടിയിൽ ജയൻ ഷൗട്ട് ചെയ്യുമ്പോൾ അന്തം വിട്ടിരിക്കുന്ന രവികുമാറിനെ ആർക്കാണ് മറക്കാൻ കഴിയുക? മറക്കാൻ കഴിയില്ല ഒന്നും. മറക്കാൻ കഴിയാത്ത ഒരുപാട് കഥാപാത്രങ്ങളെ ബാക്കി വെച്ചാണ് രവികുമാർ യാത്രയായത്.